മലയാള സിനിമയുടെ ചരിത്രകാരനും എഴുത്തുകാരനും ചരിത്ര സ്വദേശിയുമായ ചേലങ്കാട്ട് ഗോപാലകൃഷ്ണന് സ്മരണാഞ്ജലി. ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ ഓർമ്മയായിട്ട് 1.5 പതിറ്റാണ്ട് തികയും. ജെ.സി. ഡാനിയൽ നിർമ്മിച്ച് കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ് വിഗതകുമാരൻ. ജെ.സി. ഡാനിയലിനെ 1967 തിരിച്ചറിയുകയും അക്കാര്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്ത എഴുത്തുകാരനാണ് ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ. 1932 ജൂൺ 5 ചേർത്തലയിലെ ചേലങ്കാട്ട് വീട്ടിൽ കേശവപിള്ളയുടെയും അമ്മുക്കുട്ടി അമ്മയുടെയും മകനായി ജനനം. BA വരെ പഠിച്ച ശേഷം പത്രപ്രവർത്തകനായി. ചലച്ചിത്രം, ചരിത്രം, ബാലസാഹിത്യം, നോവൽ, കഥകൾ, തൂലികാ ചിത്രങ്ങൾ, പുനരാഖ്യാനം എന്നീ വിഭാഗങ്ങളിലായി 77 പുസ്തകങ്ങളും 2000-ലേറെ ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. തിരക്കഥാകൃത്ത്, പ്രൊഡക്ഷൻ മേൽനോട്ടക്കാരൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. സംസ്ഥാന ഫിലിം അവാർഡ് കമ്മിറ്റി, ചലച്ചിത്ര ഉപദേശക സമിതി, പൊതുമേഖലാ ഫിലിം സ്റ്റുഡിയോ ഉപദേശക കമ്മിറ്റി തുടങ്ങിയവയിൽ അംഗമായിരുന്നു. ജെ.സി. ഡാനിയൽ സംവിധാനം ചെയ്ത വിഗതകുമാരനാണ് മലയാളത്തിലെ ആദ്യ ചലച്ചിത്രം എന്ന് അംഗീകരിക്കുവാൻ ഇടയായത് ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ്റെ ശ്രമഫലമായിട്ടാണ്. ജെ.സി. ഡാനിയൽ മലയാള സിനിമാ ചരിത്രത്തിൽ ഇടം പിടിച്ചത് വാസ്തവത്തിൽ ചേർത്തലക്കാരനായ ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ്റെ അശ്രാന്ത പരിശ്രമം മൂലമാണ്. അങ്ങനെ ഒരു പരിശ്രമം അദ്ദേഹം നടത്തിയിരുന്നില്ലെങ്കിൽ മലയാള സിനിമയുടെ പിതാവ് എന്ന സ്ഥാനത്ത് ജെ.സി. ഡാനിയൽ ഒരിക്കലും പ്രതിഷ്ഠിക്കപ്പെടുകയില്ലായിരുന്നു. അത്രയേറെ അദ്ദേഹം ഈ മലയാള സിനിമയുടെ ചരിത്രത്തെക്കുറിച്ച് ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. വാസ്തവത്തിൽ മലയാളത്തിലെ ആദ്യത്തെ സിനിമാ ചരിത്രകാരൻ ശ്രീ ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ നമ്മൾ വേണ്ടവിധം വിലമതിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. 1960 സുഹൃത്തുക്കളായിരുന്ന വയലാർ രാമവർമ്മ, ആലപ്പി വിൻസെൻ്റ് എന്നിവരുമായി ചേർന്ന് സഹകരണാടിസ്ഥാനത്തിൽ ആലുവയിൽ ആരംഭിച്ച അജന്ത ഫിലിം സ്റ്റുഡിയോയുടെ സെക്രട്ടറിയായിരുന്നു ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ. 2010 ജൂൺ 4 അന്തരിച്ചു. ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ എഴുതിയ ലോക സിനിമയുടെ ചരിത്രം എന്ന പുസ്തകത്തിൽ സിനിമയുടെ ആദ്യ രൂപങ്ങളെക്കുറിച്ചും അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന വിവിധ ഉപകരണങ്ങളെക്കുറിച്ചും അവ നിർമ്മിച്ച ഡോക്ടർ പീറ്റർ മാർക്ക് റോജറ്റ്, ക്രിസ്ത്യൻ ഫ്യൂജിൻസ്, വില്യം ഫ്രീസ് ഗ്രീൻ, ജോർജ് ഈസ്റ്റ്മാൻ, ലൂമിയർ സഹോദരന്മാർ, എഡിസൺ തുടങ്ങിയ പ്രതിഭകളെക്കുറിച്ചുള്ള വിവരണത്തോടെയാണ് പുസ്തകം ആരംഭിക്കുന്നത്. ഏഷ്യ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ് എന്നീ വൻകരകളിലെ സിനിമയുടെ ഉത്ഭവത്തെപ്പറ്റിയും പിന്നീട് അവ നേരിട്ട വളർച്ചകളെക്കുറിച്ചും ഈ പുസ്തകത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ലോക സിനിമയുടെ ചരിത്രം, ചലച്ചിത്ര നിർമ്മാണം, കേരളത്തിൽ സിനിമാ കണ്ടുപിടുത്തങ്ങളുടെ കഥ, സിനിമാക്കാരും പാട്ടുകാരും, ഓണത്തിൻ്റെ ചരിത്രം, മറയ്ക്കപ്പെട്ട വിപ്ലവകാരികൾ, ജെ.സി. ഡാനിയലിൻ്റെ ജീവിതകഥ എന്നിവയാണ് പ്രധാന കൃതികൾ. മലയാള സിനിമയിലെ ആദ്യ ദുരന്ത നായിക P.K. റോസി മുതൽ ഒരു കാലത്ത് മലയാള സിനിമയിൽ പ്രമുഖരായിരുന്ന 39 നടിമാരുടെ ജീവിതം വരച്ചുകാട്ടിയ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് അന്നത്തെ നായികമാർ. ചലച്ചിത്രങ്ങളെക്കാൾ ഉദ്യോഗഭരിതമായിരുന്നു പല നടിമാരുടെയും ജീവിതമെന്നും ഭൂരിഭാഗം പേർക്കും നല്ല ജീവിതം ലഭിച്ചിട്ടില്ലെന്നും ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് അല്പ പരിചയമുള്ള വിജയശ്രീ, ശോഭ, റാണി ചന്ദ്ര, ശ്രീവിദ്യ എന്നിവരുടെയും മുൻകാല നടിമാരായ ദേവകി ഫായ്, B.S. സരോജ, ശ്രീകല, ലളിത, രാഗിണി തുടങ്ങിയവരുടെയും കഥകൾ ഇതിൽ പറയുന്നു. ആദ്യ സിനിമയിലെ നായികയായ P.K. റോസിക്ക് സമൂഹം ഏർപ്പെടുത്തിയ ഭ്രഷ്ടാണ് ദുരന്തമായതെങ്കിൽ രണ്ടാമത്തെ ചിത്രമായ മാർത്താണ്ഡവർമ്മയിലെ നായിക ദേവകി ഫായി പ്രണയത്തിനു വേണ്ടി ജീവിതം ത്യജിച്ചവളായിരുന്നു. അന്നത്തെ നായികമാർ മലയാള സിനിമയിലെ വാണവരും വീണവരും എന്നീ പുസ്തകങ്ങളിൽ നടീനടന്മാരുടെ ജീവിതം വരച്ചു കാട്ടുന്നുണ്ട് ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ. മലയാറ്റൂർ രാമകൃഷ്ണൻ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു ഫയൽ മുന്നിൽ വന്നപ്പോഴത്തേക്ക് അത് നിഷ്കരണം അദ്ദേഹം അത് തള്ളിക്കളഞ്ഞു. അപ്പോൾ അതിനെതിരെയൊക്കെ ശ്രീ K. കരുണാകരൻ്റെ ഒരു സഹായം കൊണ്ടാണ് ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ്റെ ഈ ജെ.സി. ഡാനിയലിനെ മലയാള സിനിമയുടെ പിതാവായി അവരോധിക്കാനുള്ള ശ്രമം ഫലവത്തായി തീർന്നത്. അപ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു കണ്ടെത്തൽ ശ്രീ ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു എന്നത് തന്നെ അദ്ദേഹത്തെ നിത്യ സ്മരണീയനാക്കി തീർക്കുന്നു. പെരുമ്പാവൂർ പടിക്കൽ പുത്തൻവീട് കുടുംബാംഗം തങ്കം ആണ് ഭാര്യ. എഴുത്തുകാരനും ചരിത്രകാരനുമായ സാജു ചേലങ്കാട്ട്, ബിസിനസ്സുകാരനായ ചേലങ്കാട്ട് നാരായണൻ എന്നിവർ മക്കൾ.